Good morning all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സേഫ് സ്പീഡ് ഓൺ കർവ്സ്. കർവ്സിലുള്ള സേഫ് സ്പീഡിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് സേഫ് സ്പീഡ് എന്ന് ആദ്യം നോക്കാം. സേഫ് സ്പീഡ് ഡിഫൈൻ ചെയ്യുന്നത് സേഫ് സ്പീഡ് ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസസ് മീൻസ് എ സ്പീഡ് which is safe from the danger of overturning and derailment with a certain margin of safety. അപ്പോൾ ഓവർടേണിങ്ങും ഡീറെയിൽമെൻറ്റും ഒന്നും ഇല്ലാതെ ഒരു സേഫായിട്ട് ഒരു കർവിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന സ്പീഡിനെയാണ് എന്ത് പറയുന്നത്? സേഫ് സ്പീഡ് എന്ന് പറയുന്നത്. ദിസ് സ്പീഡ് ടു നെഗോഷിയേറ്റ് കർവ്സ് സേഫ്ലി ഡിപ്പെൻഡ്സ് ഓൺ ഫോളോയിങ് ഫാക്ടേഴ്സ്. അപ്പോൾ ഈ സേഫ് സ്പീഡ് കുറച്ച് ഫാക്ടേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഫാക്ടറാണ് ഗേജ് ഓഫ് ട്രാക്കിൻ്റെ ഗേജ്. സെക്കൻഡ് റേഡിയസ് ഓഫ് ദി കർവിൻ്റെ റേഡിയസ്. തേർഡ് വൺ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ദ റിസൾട്ടൻ്റ് ഓഫ് ദി വെയ്റ്റ് ഓഫ് ദി വെഹിക്കിൾ and its centrifugal force acts from the center of the track. വെയ്റ്റും സെൻട്രിഫ്യൂജൽ ഫോഴ്സും ആക്ട് ചെയ്യുന്നതിൻ്റെ ഡിസ്റ്റൻസ്. ദെൻ എമൗണ്ട് ഓഫ് സൂപ്പർ എലിവേഷൻ പ്രൊവൈഡഡ്. ആൻഡ് ഫിഫ്ത്ത് വൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ട്രാൻസിഷൻ കർവ്സ് അറ്റ് ദി എൻഡ് ഓഫ് സർക്കുലർ കർവ്. ഇത്ര കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? സേഫ് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗേജ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഗേജ് ഓഫ് ദി ട്രാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഗേജ് കൂടുമ്പം സ്പീഡ് എന്ത് ചെയ്യാം? കൂടുന്നുണ്ട്. റേഡിയസ് ഓഫ് ദി കർവ്, പിന്നെ റിസൾട്ടൻ്റ് വെയ്റ്റും സെൻട്രിഫ്യൂജൽ ഫോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ്, സൂപ്പർ എലിവേഷൻ എത്രയാണോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, ദെൻ ട്രാൻസിഷൻ കർവ് കൊടുത്തിട്ടുണ്ടോ ഇല്ലേ, ഇത്ര കാര്യങ്ങൾ സേഫ് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. In India, the following formula given by Martin were generally employed to work out empirically the safe speed on cars. അപ്പോൾ ഒരു ഓൾഡ് പ്രാക്ടീസാണ്. ഇന്ത്യയിൽ മാർട്ടിൻസ് ഫോർമുലയാണ് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ടു കാൽക്കുലേറ്റ് ദി സേഫ് സ്പീഡ് ഓൺ കർവ്സ്. ഇനി ഫസ്റ്റ് കേസാണ് where the transition curve exists. ട്രാൻസിഷൻ കർവ് ഉള്ള ഒരു കേസിലുള്ള ഇക്വേഷൻസ് ആണ്. ഫോർ ബ്രോഡ് ഗേജ് ആൻഡ് മീറ്റർ ഗേജ്. ബ്രോഡ് ഗേജ് ആൻഡ് മീറ്റർ ഗേജിനുള്ള ഇക്വേഷനാണ്. ഇറ്റ് ഈസ് സേഫ് സ്പീഡ് ഈസ് ഇൻ കിലോമീറ്റർ പെർ ഹവർ ഈക്വൽ ടു 4.35 റൂട്ട് ഓഫ് ആർ മൈനസ് 67 അല്ലെങ്കിൽ 4.4 റൂട്ട് ഓഫ് ആർ മൈനസ് 70. ഇനി നാരോ ഗേജിൻ്റെ കേസിൽ സേഫ് സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ ഹവർ ഈക്വൽ ടു 3.6 ആർ മൈനസ് 6.1 ഓർ 3.65 റൂട്ട് ഓഫ് ആർ മൈനസ് 6 സബ്ജക്റ്റ് ടു എ മാക്സിമം ഓഫ് 50 കിലോമീറ്റർ പെർ ഹവർ. നാരോ ഗേജിൻ്റെ മാക്സിമം സ്പീഡ് പെർമിറ്റഡ് ആയിട്ടുള്ളത് 50 കിലോമീറ്റർ പെർ ഹവർ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. ബൈ മാർട്ടിൻസ് ഫോർമുല പറയുന്നത് ഒരു ട്രാൻസിഷൻ്റെ കർവാണെങ്കിൽ ബ്രോഡ് ഗേജിൽ വരുന്ന സേഫ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ കിലോമീറ്റർ പെർ ഹവറിൽ 4.4 റൂട്ട് ഓഫ് ആർ മൈനസ് 70 ആണ്. ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേഡിയസ് ഓഫ് കർവ് ഇൻ മീറ്റേഴ്സ് ആണ്. ഇനി നാരോ ഗേജിൽ പറയുന്നത് ഇറ്റ് ഈസ് 3.65 ഇൻറ്റു റൂട്ട് ഓഫ് ആർ മൈനസ് 6 ആണ്. വേർ ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റേഡിയസ് ഓഫ് ദി കർവ് ഇൻ മീറ്റേഴ്സ്. വി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്പീഡ് ഓഫ് ദി ട്രെയിൻ ഇൻ കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഈ ഇക്വേഷൻസ് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കാം. ഇനി വേർ ദ ട്രാൻസിഷൻ കർവ്സ് ആർ ആബ്സെൻറ്റ്. ഇനി ട്രാൻസിഷൻ കർവ് കൊടുക്കാത്ത കർവിൻ്റെ എൻഡിൽ നമ്മൾ ട്രാൻസിഷൻ കർവ്സ് കൊടുക്കാത്ത കേസിലാണ്. ദാറ്റ് ഈസ് ഫോർ ബ്രോഡ് ഗേജ് ആൻഡ് മീറ്റർ ഗേജ്. safe speed equal to
4/5 of the speed calculated in the case A. അപ്പോൾ ഇതിൻ്റെ 4/5 ആണ് എന്ത് വരുന്നത്, സേഫ് സ്പീഡായിട്ട് വരുന്നത്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ്റെ 4/5, ഇതിൻ്റെ 4/5 ആണ് എന്ത് വരുന്നത്, സേഫ് സ്പീഡ് ഓൺ കർവ്സ് ഓൺ നോൺ ട്രാൻസിഷൻ കർവ്സ് ഇൻ ബ്രോഡ് ഗേജ് ആൻഡ് മീറ്റർ ഗേജ് വരുന്നത്. ഇൻ നാരോ ഗേജിൻ്റെ കേസിൽ ഇറ്റ് ഈസ് 4/5 ഓഫ് ദി സ്പീഡ് കാൽക്കുലേറ്റഡ് ഇൻ ബി. ഇനി നാരോ ഗേജിൻ്റെ കേസിൽ വരുന്നത് ഈ ഇക്വേഷൻ്റെ 4/5 ആണ്. ദാറ്റ് ഈസ് 2.92 r-6 എന്ന് വരും. സബ്ജക്റ്റ് ടു എ മാക്സിമം സ്പീഡ് വരുന്നത് നോൺ ട്രാൻസിഷൻ കർവ്സിൽ ഇറ്റ് ഈസ് 40 km/h. ഇനി ഫോർ ഹൈ സ്പീഡ് ട്രാക്സ്, നല്ല സ്പീഡ് കൂടിയിട്ടുള്ള ട്രാക്സിലാണെങ്കിൽ ഇക്വേഷൻ ഇതാണ്. V, that is safe speed equal to 4.58 √r. V എന്ന് പറഞ്ഞാൽ km/h ആണ്, R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി കർവ്സ് ഇൻ മീറ്റേഴ്സ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. മാർട്ടിൻസ് ഫോർമുലസിൻ്റെ ഇക്വേഷൻസ് ഫോർ ട്രാൻസിഷൻ ആൻഡ് നോൺ ട്രാൻസിഷൻ കർവ്സിൻ്റെ ഇക്വേഷൻസ് ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യം വരാറുണ്ട്. The empirical formula given by Martins, അപ്പോൾ നേരത്തെ തന്ന ഫോർമുല ഫോർ ദി കാൽക്കുലേഷൻ ഓഫ് സേഫ് സ്പീഡ് ഓൺ കർവ് ആർ നോ ലോങ്ങർ ഫോളോഡ് ഓൺ ഇന്ത്യൻ റെയിൽവേ. അപ്പോൾ ഈ ഫോർമുല ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഇന്ത്യൻ റെയിൽവേസ് ഉപയോഗിക്കുന്നില്ല. ദ മാക്സിമം സ്പീഡ് ഫോർ ട്രാൻസിഷൻ കർവ് ഈസ് നൗ ഡിറ്റർമൈൻഡ് ഓൺ ഇന്ത്യൻ റെയിൽവേ ആസ് പെർ റിവൈസ്ഡ് ഫോർമുല. ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു റിവൈസ്ഡ് ഫോർമുലയാണ്. റിവേഴ്സ്ഡ് ഫോർമുല ഇതാണ്. സേഫ് സ്പീഡ് ഈക്വൽ ടു CA plus CD. Safe speed equal to CA plus CD into R by 13.76 അല്ലെങ്കിൽ V equal to 0.27 CA plus CD into R. V എന്ന് പറഞ്ഞാൽ സേഫ് സ്പീഡ് അല്ലെങ്കിൽ മാക്സിമം സ്പീഡ് ഇൻ km/h. CA എന്ന് പറഞ്ഞാൽ ആക്ച്വൽ കാണ്ടാണ്, ആക്ച്വൽ സൂപ്പർ എലിവേഷൻ ആണ് ഇൻ മില്ലിമീറ്റർ. CD എന്ന് പറഞ്ഞാൽ കാണ്ട് എഫിഷ്യൻസി പെർ മീറ്റർ, ദാറ്റ് ഈസ് ഇൻ മില്ലിമീറ്റർ. R എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഡിയസ് ഇൻ മീറ്റേഴ്സ്. അപ്പോൾ ഈ യൂണിറ്റ്സൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇക്വേഷൻസ് പഠിക്കുമ്പം CA CD ഒക്കെ മില്ലിമീറ്ററിലാണ്, R എന്ന് പറയുന്നത് മീറ്ററിലാണ്. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്, ഇൻ km/h. ഇനി മീറ്റർ ഗേജിലാകുമ്പോൾ 0.347 CA plus CD into R ആണ്. നാരോ ഗേജിലാകുമ്പോൾ 3.65 √r-6 subjected to a maximum of 50 km/h ആണ്. ഇനി this equations for maximum speed of broad gauge and meter gauge tracks are derived from the equilibrium super elevation. അപ്പോൾ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഇക്വേഷൻസ് എല്ലാം ഡിറൈവ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിലുപയോഗിച്ചിട്ടുള്ള ജി വാല്യൂ എന്ന് പറഞ്ഞാൽ ബ്രോഡ് ഗേജിന് 1750 mm ആണ്, വിച്ച് ഈസ് ദ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റെയിൽ ഹെഡ്സ്. റെയിൽ ഹെഡ്സ് തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എടുത്തിട്ടാണ് അത് 1750 mm ആണ് എടുത്തിട്ടുള്ളത്. മീറ്റർ ഗേജിൻ്റെ കേസിൽ ഇറ്റ് ഈസ് 1058 mm ആണ്. ദാറ്റ് ഈസ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റെയിൽ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണെന്ത് 1058 മീറ്റർ ഗേജ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണ് ഈ രണ്ട് ഇക്വേഷൻസ് കിട്ടുന്നത് റിവേഴ്സ്ഡ് ഫോർമുലയിൽ. ഇനി മാക്സിമം പെർമിസിബിൾ സ്പീഡ് ഓൺ കർവ്, ഒരു കർവിലുള്ള മാക്സിമം പെർമിസിബിൾ സ്പീഡ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? The maximum permissible speed on a curve is taken as the minimum value of the speed calculated by the following methods. അപ്പോൾ താഴെ പറയുന്ന കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള സ്പീഡ്സിൻ്റെ മിനിമം വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യാറ്, മാക്സിമം പെർമിസിബിൾ സ്പീഡ് ഓൺ എ കർവായിട്ട് എടുക്കാറുണ്ട്.
അപ്പോൾ ഈ സ്റ്റെപ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. മാക്സിമം പെർമിസിബിൾ സ്പീഡിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് താഴെ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ താഴെ പറയുന്നുണ്ട്. താഴെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്പീഡുകളിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള സ്പീഡായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാക്സിമം പെർമിസിബിൾ സ്പീഡ് ഓൺ കർവായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ സ്പീഡ്സാണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒന്ന്, മാക്സിമം സാങ്ഷൻ സ്പീഡ് ഓഫ് ദി സെക്ഷൻ. ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് സ്പീഡാണ് മാക്സിമം സാങ്ഷൻ സ്പീഡ് ഓഫ് ദി സെക്ഷൻ. This is the maximum speed authorized by Additional Commissioner of Railways. This is based on track conditions, type of traction, standards of signaling and interlocking etc. അപ്പോൾ ആ ഒരു സെക്ഷനിൽ സാങ്ഷൻ ചെയ്തിട്ടുള്ള മാക്സിമം സാങ്ഷൻ സ്പീഡ്, ആ ഒരു സ്പീഡ് കൺസിഡർ ചെയ്യണം. ഈ സ്പീഡ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ കമ്മീഷൻ ഓഫ് റെയിൽവേസ് ആ ട്രാക്കിൻ്റെ കണ്ടീഷൻസിനനുസരിച്ച് സാങ്ഷൻ ചെയ്യുന്ന സ്പീഡാണ്. ഇനി അതിൽ കൺസിഡർ ചെയ്യേണ്ട സെക്കൻഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ സേഫ് സ്പീഡ് ഓവർ ദി കർവ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ മാർട്ടിൻസ് ഫോർമുലയൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു സ്പീഡ്, ദാറ്റ് ഈസ് ദിസ് സ്പീഡ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ മാർട്ടിൻസ് ഫോർമുല ബേസ്ഡ് ഓൺ ദി ഗേജ് ടൈപ്പ് ആൻഡ് ഇക്വിലിബ്രിയം സ്പീഡ് based on actual current and current efficiency for different gauges. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള A2F എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇക്വേഷനിൽ ഉപയോഗിച്ചിട്ടുള്ള സ്പീഡ്. ദെൻ സ്പീഡ് ബേസ്ഡ് ഓൺ ദി കൺസിഡറേഷൻ ഓഫ് സൂപ്പർ എലിവേഷൻ കൺസിഡർ ചെയ്തിട്ടുള്ള. ദിസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഫോർമുല ഫോർ equilibrium super elevation, where value of super elevation is the sum of full amount of current efficiency and actual super elevation. പിന്നെ സൂപ്പർ എലിവേഷൻ GB²/127R ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന സ്പീഡ്, അതിൽ നമ്മൾ സൂപ്പർ എലിവേഷൻ കൊടുക്കുന്നത് ഫുൾ എമൗണ്ട് ഓഫ് കറണ്ട് എഫിഷ്യൻസി പ്ലസ് ആക്ച്വൽ സൂപ്പർ എലിവേഷൻ. അവിടെ മാക്സിമം അലോബിൾ ആയിട്ടുള്ള കറണ്ട് എഫിഷ്യൻസിയും പിന്നെ ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷനും രണ്ടിൻ്റെയും സമ്മ് കൂടിയിട്ടുള്ള സൂപ്പർ എലിവേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പീഡ് കണ്ടുപിടിക്കാനുള്ള സൂപ്പർ എലിവേഷൻ കൊടുക്കുന്നത്. ഇനി ഇത് above 3 methods are used for maximum speed determination when the length of transition curve can possibly increased. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്ക് ട്രാൻസിഷൻ കർവിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ പറ്റുന്ന സമയങ്ങളിലാണ്. ബട്ട് ഇൻ കേസ് ചില കേസിൽ ദ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് കനോട്ട് ബി ചേഞ്ച്. ചില കേസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ട്രാൻസിഷൻ കർവിൻ്റെ ലെങ്ത്തുകളൊന്നും ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. ദ ഫോളോയിങ് ഫോർത്ത് മെത്തേഡ് ഈസ് ആൾസോ ഇൻക്ലൂഡഡ്. അപ്പോൾ ആ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാൻസിഷൻ കർവിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റാത്ത കേസുകളുണ്ടാവും. ആ കേസിൽ നമ്മൾ ഒരു ഫോർത്ത് സ്പീഡും കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ 4 സ്പീഡും കൂടി കൺസിഡർ ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ ലീസ്റ്റ് വാല്യൂ എടുക്കും. ആ ലീസ്റ്റ് വാല്യൂ ആണ് എന്താ, മാക്സിമം പെർമിസിബിൾ സ്പീഡ് ഓൺ കർവായിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്. That is speed from the length of transition curve. This is lesser value of the speed given by the 2 formula. അപ്പോൾ ഈ 2 ഫോർമുലയിൽ ഉപയോഗിക്കുന്ന ലെസർ വാല്യൂസ് ആയിട്ടാണ് കണ്ടെത്തുന്നത്. അപ് ടു 100 km/h 134 L/E, മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 134 L/E അല്ലെങ്കിൽ 134 L/D. E എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സൂപ്പർ എലിവേഷനാണ്. ഡി എന്ന് പറഞ്ഞാൽ കറണ്ട് എഫിഷ്യൻസിയാണ്. എന്ന് പറഞ്ഞാൽ സൂപ്പർ എലിവേഷൻ, മറ്റേ കറണ്ട് എഫിഷ്യൻസിയാണ്. ഇനി ഹൈ സ്പീഡിന് വരുന്നത് 198 L/E ആണ് വി മാക്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 198 L/D. ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ എടുക്കേണ്ടത്.
ദാറ്റ് ഈസ് ഇ എന്ന് പറഞ്ഞാൽ സൂപ്പർ എലിവേഷൻ ഇൻ മില്ലിമീറ്റർ ആണ്. ഡി എന്ന് പറഞ്ഞാൽ കാണ്ട് എഫിഷ്യൻസി ഇൻ മില്ലിമീറ്റർ ആണ്. അപ്പോൾ ഇതിലുള്ള ലെസർ വാല്യൂ എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാക്സിമം സ്പീഡ് ഓൺ കർവ്സ് കണ്ടുപിടിക്കുന്നത്. ഈ കാണ്ട് എഫിഷ്യൻസി അപ് ടു 100 കിലോമീറ്റർ ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഈ ടേബിൾ ശ്രദ്ധിക്കുക. ബ്രോഡ് ഗേജിലാണെങ്കിൽ 76 mm ആണ്, മീറ്റർ ഗേജിൽ 51 ആണ്, നാരോ ഗേജിൽ 38 ആണ്. ഇനി ഹൈ സ്പീഡ് ആകുമ്പോൾ 10 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്, അല്ലെങ്കിൽ 100 mm ആണ് ഇൻ കേസ് ഓഫ് ബ്രോഡ് ഗേജ് വരുന്നത്. കാണ്ട് എഫിഷ്യൻസി ലിമിറ്റ്സ്, കാണ്ട് എഫിഷ്യൻസിയുടെ ലിമിറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. കാൽക്കുലേറ്റ്, പ്രോബ്ലം ഇതാണ്. കാൽക്കുലേറ്റ്, നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം പെർമിസിബിൾ സ്പീഡ് ഓൺ എ കർവ്, ഒരു കർവിലുള്ള മാക്സിമം പെർമിസിബിൾ സ്പീഡാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓഫ് ഹൈ സ്പീഡ് ബ്രോഡ് ഗേജ് ട്രാക്ക്, ഹൈ സ്പീഡ് ബ്രോഡ് ഗേജ് ട്രാക്ക് ആണ്. ഹാവിങ് ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ്. ഡിഗ്രി ഓഫ് കർവ് 1 ഡിഗ്രി ഉണ്ട്. അമൗണ്ട് ഓഫ് സൂപ്പർ എലിവേഷൻ കൊടുത്തിട്ടുള്ളത് 8 സെൻറ്റിമീറ്റർ ആണ്. ട്രാൻസ്ലേഷൻ കർവ് ലെങ്ത് പറഞ്ഞിട്ടുണ്ട് 130 മീറ്റേഴ്സ് ആണ്. മാക്സിമം സാങ്ഷൻ സ്പീഡ് 153 km/h ആണ്. ഇനി ആദ്യം നമ്മൾ എന്ത് കണ്ടെത്തണം, മാക്സിമം പെർമിസിബിൾ സ്പീഡ് എങ്ങനെ കണ്ടെത്തുന്നു നോക്കണം. അത് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് 4. നമുക്ക് ട്രാൻസിഷൻ കർവിൻ്റെ ലെങ്ത്തും കൂടി തന്നതുകൊണ്ട് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് 4, ദാറ്റ് ഈസ് മാക്സിമം സാങ്ഷൻ സ്പീഡ്, അല്ലെങ്കിൽ സേഫ് സ്പീഡ് ഓൺ കർവ്സ്, അല്ലെങ്കിൽ സ്പീഡ് ബേസ്ഡ് ഓൺ കൺസിഡറേഷൻ ഓഫ് സൂപ്പർ എലിവേഷൻ, അതുപോലെ തന്നെ ട്രാൻസിഷൻ കർവിൻ്റെ കേസിൽ ഈ 4 കണ്ടീഷൻസിന് ബേസ് ചെയ്തിട്ടുള്ള സ്പീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അതിന് ഏറ്റവും ലീസ്റ്റ് വാല്യൂ എടുക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്, ആദ്യം നമ്മൾ സ്പീഡ് നോക്കുന്നത് മാക്സിമം സാങ്ഷൻ സ്പീഡ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 153. അപ്പോൾ ഒരു സ്പീഡ് കിട്ടി. ഇനി സെക്കൻഡ് കേസ്, മാർട്ടിൻസ് ഫോർമുല. മാർട്ടിൻസ് ഫോർമുല ഫോർ ഹൈ സ്പീഡ് എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4.58√r ആണ്. r എന്താണ്, 8 ഡിഗ്രി, എത്ര ഡിഗ്രി, 1 ഡിഗ്രി കർവ് ആയതുകൊണ്ട് 1720/1 ഡിഗ്രി, 1720/1 ഡിഗ്രി. അപ്പോൾ 6 കിട്ടി. എത്രയാണ്, 1720. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, സേഫ് സ്പീഡ് ഓൺ കർവ് ബേസ്ഡ് ഓൺ മാർട്ടിൻസ് ഫോർമുല. അപ്പോൾ സെക്കൻഡ് സ്പീഡ് കിട്ടി 190 km/h. ഇനി സ്പീഡ് ബേസ്ഡ് ഓൺ സൂപ്പർ എലിവേഷൻ, സൂപ്പർ എലിവേഷൻ കൺസിഡർ ചെയ്തിട്ടുള്ള സ്പീഡാണ്. ആ സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സൂപ്പർ എലിവേഷനും മാക്സിമം കാണ്ട് എഫിഷ്യൻസിയും. ഹൈ സ്പീഡ് ആയിക്കൊണ്ട് 100 km/h കൂടുതലായതുകൊണ്ട് കാണ്ട് എഫിഷ്യൻസിൻ്റെ ലിമിറ്റ് എത്രയാണ്, ഇറ്റ് ഈസ് 10 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് തന്നിട്ടുള്ള സൂപ്പർ എലിവേഷൻ എന്താണ്, 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയാൽ തിയററ്റിക്കൽ സൂപ്പർ എലിവേഷൻ എത്ര കിട്ടുന്നുണ്ട്, 10 + 8, ദാറ്റ് ഈസ് 18 സെൻറ്റിമീറ്റർ. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ദാറ്റ് ഈസ് ഈ ഇക്വേഷൻ gv²/127 ആണ്. g എന്ന് പറഞ്ഞാൽ 1.67 മീറ്റർ ആണ്. v പറഞ്ഞാൽ വെലോസിറ്റി, അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 127. r എന്ന് പറഞ്ഞാൽ 1720 ആണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ v എത്ര കിട്ടും, 153 km/h ആയിട്ട് കിട്ടി. ഇനി 2 സ്പീഡായി, 3 സ്പീഡ് നമുക്ക് കിട്ടി. ഇനി നാലാമത്തെ ട്രാൻസിഷൻ കർവിൻ്റെ സ്പീഡ് നമ്മൾ നേരത്തെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സ്പീഡ് ട്രാൻസിഷൻ കർവ് ഹൈ സ്പീഡിന് വരുന്നത് 198 L/E ആണ്, അല്ലെങ്കിൽ 198 L/D ആണ്. ആ ഇക്വേഷൻ ഉപയോഗിക്കാം.
ഫസ്റ്റ് L by E. 198 L by E. L equal to E V max by 198. അല്ലെങ്കിൽ V equal to 198 L by E. അല്ലെങ്കിൽ 198 L by D. ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ എന്താണ്? ഇറ്റ് ഈസ് 8 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 80 മില്ലിമീറ്റർ. ഈ മില്ലിമീറ്ററിലാണ്. L എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് ഇൻ മീറ്റേഴ്സ്. 130 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഇക്വേഷനിൽ ഒന്ന് പുട്ട് ചെയ്ത് 198 L by E എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനിൽ ഒന്ന് പുട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 320 km/h കിട്ടുന്നുണ്ട്. കറണ്ട് എഫിഷ്യൻസി, മാക്സിമം ലിമിറ്റ് ഓഫ് കറണ്ട് എഫിഷ്യൻസി എന്താണ്? ഇറ്റ് ഈസ് 100 mm ആണ്. അപ്പോൾ 198 L by D. 198 L by Dന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? D 100 mm കൊടുക്കുക, L 130 മീറ്റേഴ്സ് കൊടുക്കുക, 198 L by D നിങ്ങൾക്ക് എന്ത് കിട്ടും? വാല്യൂ എത്ര കിട്ടും? ഇറ്റ് ഈസ് 257. അപ്പോൾ ഇതിലെ ഏറ്റവും മിനിമം വാല്യൂ 198 L by E വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയത് ഈ വാല്യൂസ് നമ്മൾ 80 mm സൂപ്പർ എലിവേഷൻ കൊടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയത് എന്താണ്? ഇറ്റ് ഈസ് 320 km/h ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ദാറ്റ് ഈസ് കറണ്ട് എഫിഷ്യൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയ എത്രയാണ്? ഇറ്റ് ഈസ് 257 ആണ്. അപ്പോൾ ഇതിൽ മിനിമം വാല്യൂ, അപ്പോൾ നമ്മൾ എടുക്കുന്ന വാല്യൂ എന്തായിരിക്കും? 257 സ്പീഡ് ഫ്രം ദി ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് മാക്സിമം പെർമിസിബിൾ സ്പീഡ് കണ്ടെത്തുക. ആദ്യം നോക്കേണ്ടത് മാക്സിമം സാങ്ഷൻ സ്പീഡ് 153 ആണ്. മാർട്ടിൻസ് ഫോർമുല വെച്ച് 190 ആണ്. പിന്നെ വരുന്നത് സൂപ്പർ എലിവേഷൻ കൺസിഡർ ചെയ്തിട്ട് 153 ആണ്. പിന്നെ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് ബേസ് ചെയ്തിട്ട് 257 ആണ്. ഇനി മാക്സിമം പെർമിസിബിൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ഓഫ് ദിസ്, ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് 153 ആണ്. അപ്പോൾ ഇൻ റൗണ്ട് ഓഫ് 10 നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാക്സിമം പെർമിസിബിൾ സ്പീഡ് 150 km/h ആയിട്ട് കണക്കാക്കും. അപ്പോൾ നമ്മൾ ആൻസർ എന്താണ്? ഇറ്റ് ഈസ് 150 km/h. അപ്പോൾ നിങ്ങൾ ആ ജസ്റ്റ് സ്റ്റെപ്സ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഈ 4 ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് തന്നിട്ടുണ്ടെങ്കിൽ ഈ 4 സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ 4 സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ദെൻ അതിൽ ലീസ്റ്റ് വാല്യൂ എടുക്കുക. ഇനി ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് തന്നിട്ടില്ലെങ്കിൽ ആദ്യത്തെ 3 വാല്യൂസ് എടുക്കുക, അതിൽ ലീസ്റ്റ് വാല്യൂ എടുക്കുക. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളെ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. 1-2 മണിക്കൂറിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1-2 അവറിൽ നമുക്ക് ഈ മൊഡ്യൂൾസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.